അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 1.5 കപ്പ് ബസ്മതി റൈസ് ഒരു 300 ഗ്രാം ഉണ്ട്. പിന്നെ ഫ്രൈഡ് റൈസിലേക്ക് ചിക്കൻ വറുത്തിട്ട് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പീസുകൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒരു കോട്ടിങ് കൊടുത്തിട്ട് ചിക്കൻ വറുത്തെടുക്കും. ചിക്കനെ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ വേണം. പിന്നെ വേണ്ടത് കുരുമുളകിൻ്റെ പൊടിയാണ്. പിന്നെ സോയാ സോസും വേണം. ഇത് മൂന്നും കൂടിയിട്ട് ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് ചിക്കൻ വറുത്തെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈഡ് റൈസ് ആക്കുന്നത്. ഈ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്, ബീൻസും എടുത്തിട്ടുണ്ട്. അത് രണ്ടും കുറേശ്ശെ എടുക്കുക. അത് രണ്ടും നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുട്ട വേണം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോള, ആ സവോളയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് ചില്ലി പേസ്റ്റ് ആണ്. ചില്ലി പേസ്റ്റ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കടയിൽ നിന്ന് ചില്ലി പേസ്റ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് വിനീഗറൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഇഞ്ചിയും വേണം, വെളുത്തുള്ളിയും വേണം. ഞാനിവിടെ ഒരു 5 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന് ഫ്രൈഡ് റൈസ് ആക്കാന്ന്. ഇനി ചിക്കന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് ചിക്കൻ ചേർക്കുക. ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. ആ ചിക്കൻ്റെ പീസുകൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടി. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കുക. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. ആ സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ചേർക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ചേർത്തേക്കണേനും ഈ സോയാ സോസിൽ ചെറുതായിട്ട് ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കുക. കോൺഫ്ലവറിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ ഒരു കോട്ടിങ് കിട്ടണം. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കുക. നമുക്ക് ഏറ്റവും ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. ഞാൻ ഇവിടെ ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട് കോൺഫ്ലവർ. ഇത് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കൻ നിങ്ങൾ കഴുകിയെടുക്കുമ്പോൾ തീരെ വെള്ളം ഇല്ലാണ്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടിയും ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് എല്ലാവരും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് ഒരുപാട് ചേർക്കരുത്. ഇനി ഇത് ചിക്കൻ വറുത്തെടുക്കണം. ഈ ചിക്കൻ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്പം തന്നെ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. ഇതേപോലെ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടായിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. ഞാനിവിടെ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അമേരിക്കൻ ഷോപ്പുകളിൽ അല്ലെങ്കിൽ കൊറിയൻ ഷോപ്പിലേക്കും പോയിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺ പൊടിച്ച പൊടിയായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോൺഫ്ലവർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് വാങ്ങണം. ഇപ്പോൾ ബസ്മതി റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് വെള്ളത്തിന് പ്രത്യേക ഒരു കണക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വെള്ളം ഊറ്റിക്കളയും. അപ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുമ്പോൾ എന്തോരം വെള്ളം ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കുക. വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം. അപ്പോഴായിരിക്കും റൈസ് വെന്ത് വരുമ്പോൾ റൈസിന് കറക്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് വരാം. ഇതിലേക്ക് റൈസ് ചേർക്കുക. റൈസ് ചേർക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഇതേപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടും വേണം റൈസ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ മൂടി വെച്ചിട്ട് റൈസ് വേവിച്ചെടുക്കുക. ഈ റൈസ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ പതുക്കെ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ റൈസ് തിളച്ച് പുറത്തേക്ക് പോകും. റൈസ് ഒരു 3/4 ഭാഗം വെന്താൽ മതി. ബസ്മതി റൈസൊക്കെ നമ്മൾ എപ്പോഴും വേവിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് വേവേണ്ട ആവശ്യമില്ല, ഒരു 3/4 ഭാഗം മാത്രം വേവിച്ചാൽ മതി. ഇപ്പോൾ റൈസ് വെന്തിട്ടുണ്ട്. ഈ റൈസ് 3/4 ഭാഗം വെന്തോന്ന് അറിയുന്നതിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൈസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി നോക്കണം. ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇതിങ്ങനെ 2 പീസായിട്ട് ഇങ്ങനെ കട്ടാവണം. അപ്പോൾ റൈസ് ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോകും. അതിങ്ങനെ അമർത്തുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അത് റൈസിൽ നിന്ന് മാറിയിട്ട് റൈസ് ഒരു 3/4 ഭാഗം വേവണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് അമർത്തുമ്പോൾ കുറച്ച് ഹാർഡായിട്ടിരിക്കും. അപ്പോൾ റൈസ് വേവിച്ചെടുക്കുമ്പോൾ ഒരു 3/4 ഭാഗം മാത്രം വേവിച്ചെടുക്കുക. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയുക. നമ്മൾ സാധാരണ ചോറിൽ നിന്നൊക്കെ ഇതിൻ്റെ 2 സൈഡിലും ഒരു ക്ലിപ്പ് ഇട്ടിട്ടാണ് വെള്ളം ഊറ്റിക്കളയുന്നത്. ഈ
ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഈ ചിക്കൻ ഇതിലേക്ക് നമ്മൾ ഫ്രൈഡ് റൈസിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും അല്ലെങ്കിൽ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും വെളിച്ചെണ്ണ ചേർക്കണ്ട. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൺഫ്ലവർ ഓയിലോ ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ചിക്കൻ വറുത്തെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. അങ്ങനെ ഇടുമ്പോൾ ചിക്കൻ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കട്ട പിടിച്ചിരുന്നാലും ഇനി ചിക്കൻ പതുക്കൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് വിട്ട് വരും. അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ ഇത് നിങ്ങളിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. അല്ലായിരിക്കും രണ്ട് സൈഡും ഒരേപോലെ മുരിഞ്ഞിട്ട്. ഇത് രണ്ട് സൈഡും പതുക്കൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ചിക്കൻ എല്ലാവരും കൂടി പിടിച്ച് നിന്നേക്കും ഇതേപോലെ വിട്ട് വരും. പിന്നെ ചിക്കൻ ഒരുപാട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഭയങ്കര ഹാർഡാകും. ചിക്കൻ ഒന്ന് പതുക്കൊന്ന് മുരിഞ്ഞാൽ മതി. ഈ ബസ്മതി റൈസിൽ നിന്ന് നിങ്ങൾ വെള്ളം ഊറ്റി കളഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ അത് നമ്മൾ ഫ്രൈഡ് റൈസ് ആവുന്ന സമയത്ത് റൈസ് ഒട്ടും കുഴഞ്ഞു പോവില്ല. റൈസ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ വേവ് കൂടാണ്ട് ഊറ്റിയെടുക്കണം. അപ്പോൾ ചിക്കൻ മുരിഞ്ഞിട്ടുണ്ട്. ഈ ചിക്കൻ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കൻ വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. റൈസും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ആക്കാം. ഈ ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. നിങ്ങളുടെ അടുത്ത് നല്ല കട്ടിയുള്ള പാൻ ഉണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാൻ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം മുട്ട കൊത്തി പൊരിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ ചിക്കൻ വറുത്തെടുത്ത ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് മുട്ട ചേർക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ഫ്രൈഡ് റൈസ് വളരെ കുറച്ച് മതിയാവും. ഈ മുട്ട മാറ്റി വയ്ക്കുക. ഈ മുട്ടയൊന്നും ഒരുപാട് നേരം ഇട്ടിട്ട് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല. മുട്ടയ്ക്ക് പെട്ടെന്ന് വേവും. ഈ മുട്ട മാറ്റി വയ്ക്കുക. ഇതിലേക്ക് കുറച്ചും കൂടിയും ഓയിൽ ചേർക്കുക. കുറച്ച് ഓയിൽ കൂടുതൽ ചേർക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് വേണം ഇതിലേക്ക് ഓയിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ചൂടായ ഓയിലിലേക്ക് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർക്കാം. ഞാനിവിടെ ഒരു 5 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ബീൻസ് ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇത് മൂടിയൊന്നും വെക്കരുത്. ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും ഈ ബീൻസും ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരും. തീ അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെന്ത പോലെ വരും. അത് ശരിക്കും അങ്ങനെ മുരിഞ്ഞ പോലെ വരില്ല. ഫ്രൈഡ് റൈസൊക്കെ ആകുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് മുരിഞ്ഞിട്ട് വരണം. അപ്പോഴായിരിക്കും ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല കട്ടിയുള്ള പാൻ വേണമെന്ന് പറയുന്നത്. കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നന്നായിട്ട് പുക കയറും. ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം. ഇനി എപ്പോഴും നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. ഈ സവോള മുരിയേണ്ട ആവശ്യമില്ല. സവോള ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ എപ്പോഴും കൂട്ടി തന്നെ വയ്ക്കണം. ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങളതനുസരിച്ചിട്ട് ചേർക്കുക. അത് പല ചില്ലി പേസ്റ്റിനും പല ടേസ്റ്റ് ആയിരിക്കും. ചില ചില്ലി പേസ്റ്റിന് ഭയങ്കര എരിവ് കൂടുതലായിരിക്കും. നിങ്ങൾ ഏറ്റവും ആദ്യം കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് രണ്ടാമതും ചേർക്കുക. ആ ചില്ലി പേസ്റ്റും തേങ്ങാത്ത കണ്ടിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഓരോന്ന് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർക്കാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുട്ട ചേർക്കാം. സോയാ സോസ് ചേർക്കാം. ഞാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ സോയാ സോസ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. നിങ്ങൾ ഏറ്റവും ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇതേപോലെ എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ റൈസിലേക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് സോയാ സോസോ ചില്ലി സോസോ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇതൊരു 1/2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് നമുക്ക് റെഡി ആയി കിട്ടും.